ഡോക്ടർ നമ്മുടെ 40+ സെഗ്മെൻറ്റിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വീട്ടിൽ വഴക്ക് കേൾക്കുന്ന ഒരു കാര്യമാണ് നടുവേദന. അപ്പോൾ എന്നാൽ ഗുണം വരാനായിട്ട് ഇപ്പോൾ അടുത്തിടെ കുറേ മീഡിയയിൽ ലേഖനങ്ങളൊക്കെ വന്നു. സ്ത്രീകൾ നടുവേദന എന്ന് പറയുന്നത് പലപ്പോഴും സൈക്കോസൊമാറ്റിക്കാണ്, നിങ്ങൾക്ക് വേണ്ടത്ര അറ്റൻഷൻ കിട്ടാത്തതിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നൊക്കെ. അപ്പോൾ ശരിക്കും നടുവേദന വന്നു കഴിഞ്ഞാൽ അതെല്ലാം അറ്റൻഷൻ കിട്ടാത്തതിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ സ്ത്രീകൾ തന്നെ ഇത് വായിച്ചിട്ട് നടുവിന് വേദന എടുക്കുന്നുണ്ട് മിണ്ടാതിരിക്കാനാണ് പലപ്പോഴും ശ്രമിക്കുക. ചിലപ്പോഴെങ്കിലും അത് വലിയ ഏതെങ്കിലും രോഗമാകാനും വഴി. ഇല്ല, തീർച്ചയായിട്ടും സ്ത്രീകളിൽ നടുവേദനയുടെ അളവ് കൂടുതലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും മിക്കവാറും പേരിൽ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അതിൽ നമ്മൾ യൂഷ്വലി ഈ ലേഡീസിന് കുറേ കുനിഞ്ഞു നിന്നുള്ള വർക്കുകൾ ചെയ്യേണ്ടി വരും. അതേസമയത്ത് നമുക്ക് എക്സസൈസ് ഒട്ടും ഉണ്ടാവുകയില്ല. പ്രധാന കാരണം ബാക്ക് മസിലിനുള്ള സ്ട്രെങ്ത് ഇല്ലെന്നായി പോകുന്നത് കൊണ്ടാണ്. അപ്പം നമ്മളത് പർപ്പസിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ കുനിഞ്ഞു നിന്നുള്ള വർക്ക് കൂടുകയും ചെയ്യുന്നു. അതേസമയത്ത് ബാക്കിനുള്ള എക്സസൈസ് ഇല്ലാതെയും കൂടെ വരുന്നത് കൊണ്ടാണ് ഈ 90% ബാക്ക് പെയിനിന് കാരണം. അത് നമ്മൾ എക്സസൈസ് ചെയ്ത്, അതായത് എക്സസൈസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം നമ്മൾ കുനിയുക നൂരുകയൊക്കെ ചെയ്യുന്ന എക്സസൈസാണ്, അല്ലെങ്കിൽ നടക്കാൻ മറ്റേ ട്രെഡ്മില്ലിൽ കയറി നടക്കുക. അതല്ല, ബാക്ക് മസിലിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ചില യോഗ പോസ്റ്റേഴ്സ് എക്സസൈസ് ചെയ്ത് ബാക്ക് മസിലിൻ്റെ സ്ട്രെങ്ത് കൂട്ടണം. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പേരുടെ നടുവേദന പോയിരിക്കും. പിന്നെ അതിന് മുമ്പ് നമ്മൾ മറ്റെന്തെങ്കിലും റീസൺസ് ഉണ്ടോ ഈ നടുവേദനയ്ക്ക്? ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ നടുവേദനയായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ യൂട്രസിനുള്ള ഇൻഫെക്ഷൻ നടുവേദനയായിട്ട് വരാം. പിന്നെ യൂട്രസിൽ തന്നെയുള്ള എൻഡോമെട്രിയോസ്, ചില ഒവേറിയൻ സിസ്റ്റുകൾ, ഇതിനൊക്കെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പം നടുവേദനയ്ക്ക് നമ്മൾ എക്സസൈസും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒരു ഗൈനക്കോളജി ചെക്കപ്പ് ചെയ്ത് എന്തെങ്കിലും കോസറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് മാറുന്നില്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഓർത്തോപെഡിക് പ്രോബ്ലംസും ഒന്നും ഇല്ലയെന്ന് ഉറപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് മസിൽ എക്സസൈസ് ചെയ്താൽ മടിയായിരിക്കും ചെയ്യാൻ, പക്ഷേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും. ഡോക്ടർ, അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റിയിൽ നമ്മൾ ഈ അണ്ടവളർച്ചയ്ക്കായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുമെന്ന് പറയുമല്ലോ, അപ്പോൾ അത് എത്രത്തോളം നമ്മൾ എടുക്കണം? അതിൽ നമ്മൾ എന്തെങ്കിലും സൂക്ഷിക്കാനുണ്ടോ? കാരണം ഈ ഓരോന്നും ഹോർമോണൊക്കെ ആണല്ലോ ഒന്ന് വണ്ണം വെക്കുമോ, അങ്ങനെ ഭയങ്കര പേടിയാണ് ശരിക്കും ഓരോന്നിന് പോകുമ്പോൾ. നമ്മൾ അണ്ടവളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ഇഞ്ചക്ഷൻ FSH HMG FSH ഇഞ്ചക്ഷനാണ്, FSH+LH ഇഞ്ചക്ഷനാണ് അതിനകത്ത് വരുന്നത്. അത് നമ്മളുടെ ബ്രെയിനിൽ നിന്നുള്ള ഹോർമോണാണ്. അപ്പോൾ അത് ഓവറിൽ ആക്ട് ചെയ്തിട്ടാണ് റിസൾട്ട് കിട്ടേണ്ടത്. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ഹോർമോണിൻ്റെ കുറവോ അല്ലെങ്കിൽ നമ്മൾ ഓവറി കുറച്ചുകൂടെ റെസിസ്റ്റൻ്റ്, അപ്പോൾ കൂടുതൽ ഹോർമോൺ വന്നാൽ മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ എന്നുള്ള ഒരു നേച്ചർ ഓവർക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന മെഡിസിന് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനൊന്നുമില്ല. കാരണം അത് നാച്ചുറൽ ഹ്യൂമൻ ഹോർമോൺ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് വരാവുന്നത് മൾട്ടിപ്പിൾ പ്രഗ്നൻസിയാണ്, നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ഓവറിൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്നുള്ളൊരു കോംപ്ലിക്കേഷനും വരാം. അത് പ്രത്യേകിച്ച് നമ്മൾ IVF-നൊക്കെ വേണ്ടിയിട്ട് വളരെ നമ്പർ ഓഫ് എഗ്ഗ് കൂട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ IVF-ലാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ബേബിക്ക് വേണ്ടിയിട്ട് ഒരു 10-15 എഗ്ഗ് കിട്ടാനാണ് നോക്കുന്നത്. അപ്പം നമ്മൾ കൂടുതൽ എടുക്കുമ്പം ചിലപ്പോൾ ഈ ഓവറിൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം വരാം. അപ്പോൾ അത് രണ്ടുമാണ് ഇതിനകത്ത് വരാവുന്ന കോംപ്ലിക്കേഷൻ. പിന്നെ എപ്പോഴാണ് ശരിക്കും ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് പെൺകുട്ടി ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് പോകും? അത് സംഭവിക്കുന്നത് ഒരു പരിധി വരെ. ഇപ്പം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ പ്രൊജസ്ട്രോൺ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ ആയിട്ട് സപ്ലിമെൻറ്റും കൂടെ ചെയ്യാറുണ്ട്. അത് ചിലരിൽ ഇത്തിരി വെപ്പറ്റേറ്റ് കൂട്ടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. പക്ഷേ യൂഷ്വലി അത് ആ അടുത്ത പീരിയഡ്സ് കിട്ടുമോ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് കുറയും. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻ്റ് അല്ല, മരുന്നുണ്ടല്ലോ എന്നും ഇത് കൂടുതൽ ഫുഡ് കഴിക്കും. അപ്പോൾ എല്ലാ പേഷ്യൻസിനും സംഭവിക്കുന്ന പ്രശ്നം അതാണ്. ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണല്ലോ എന്ന് കരുതി കൂടുതൽ ഫുഡ് കഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ വെയിറ്റ് വാച്ച് ചെയ്യേണ്ടത് ഓരോ പേഷ്യൻറ്റിൻ്റെയും ഡ്യൂട്ടിയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും അതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാ പേഷ്യൻറ്റിനോടും ട്രീറ്റ്മെൻറ്റ് ബിഗിനിങ് തന്നെ വെയിറ്റ് നോക്കും. പിന്നെ ഇത്തിരി കൂടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വെയിറ്റ് നോക്കി കുറയ്ക്കാനും കൺട്രോൾ ചെയ്യാനും പറയാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പേഷ്യൻറ്റും അവെയർ ആവണം, എൻ്റെ വെയിറ്റ് കൂടരുതെന്നപ്പം പിന്നെ ഇതാവുള്ള ഇഞ്ചക്ഷൻ എല്ലാം എടുത്ത് അതൊരു എക്സ്ക്യൂസാണ്. നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടാണ് വെയിറ്റ് കൂടിയത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ട് ചെയ്യുന്നത്. ഈ വെയിറ്റ് കൂടുന്നത് മാത്രമല്ല, പലപ്പോഴും ഓർക്കാറുണ്ട് ഈ ട്രീറ്റ്മെൻറ്റിന് പോകുന്നവർ എനിക്കറിഞ്ഞില്ല എത്ര അടുത്തതുണ്ടെന്ന്. ഇവർ ശരിക്കും ഒരു കൗൺസിലിങ്ങിന് വിധേയരാകേണ്ടതല്ലേ? ഇപ്പോൾ വെയിറ്റ് കൂടുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏറ്റവും കുറഞ്ഞ സൈഡ് ഇഫക്റ്റ് ആണെന്ന്.
പലപ്പോഴും ട്രീറ്റ്മെൻറ്റിൻ്റെ വിവിധ പ്രോസസ്സിൽ പോകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തില്ല, കുറച്ചെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഈ ടേംസ് മനസ്സിലാക്കാതിരിക്കുക, എൻ്റെ കുറ്റം നിൻ്റെ കുറ്റം എന്ന് പറയുക. അപ്പോൾ ഒരു കൗൺസിലിങ്ങിന് ശരിക്കും അത്യാവശ്യമില്ലേ ഈ ട്രീറ്റ്മെൻറ്റിന്? കൗൺസിലിങ് ഡെഫിനറ്റ്ലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് അറിയണം എന്തുകൊണ്ടാണ്, അപ്പോൾ അവർ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റും റിലേഷൻഷിപ്പാണ്. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ സിറ്റുവേഷനിൽ ഈ ഇൻലോസാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് വൈഫ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവരിപ്പം വൈഫും കൂടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു സാഹചര്യം അല്ലാത്തതിൽ പോലും ഇപ്പം വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മായിമ്മമാരുടെ കാര്യം വളരെ കഷ്ടമാണ്. പലപ്പോഴും വളരെ നമുക്ക് വിഷമം തോന്നും. കാരണം അവരവരുടെ പ്രോബ്ലം ഉണ്ട്, അവർക്ക് ചിലപ്പോൾ ഹസ്ബൻഡിനും വൈഫിനും കൊച്ചുണ്ടായില്ലെങ്കിലും പോലും. പക്ഷേ ആ സോഷ്യൽ ഹറാസ്മെൻറ്റും ഫാമിലി ഹറാസ്മെൻറ്റുമാണ് പലർക്കും ഇൻഫെർട്ടിലിറ്റിയേക്കാളും കൂടുതലൊരു പ്രോബ്ലം ആകുന്നത്. അപ്പോൾ അത് പേരൻസ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാ പ്രശ്നവും കൂടെ വരുമ്പം അത് തന്നെ ഫെർട്ടിലിറ്റി പ്രോബ്ലം അഗ്രവേറ്റ് ചെയ്യുകയാണ്. അപ്പം പേരൻസ് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അമ്മായിമ്മമാർ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആയാൽ ഒത്തിരി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഈ അണ്ട വളർച്ചയ്ക്കായിട്ട് നമ്മളിങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് മനസ്സിലാക്കാം. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടും പലപ്പോഴും തുടർച്ചയായിട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരാറുണ്ടല്ലോ. ഇഞ്ചക്ഷൻ അത് എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ടീവായിട്ട്, അതായത് പലപ്പോഴും ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ ഹാർട്ട് ബീറ്റ് നിന്നുപോയി അല്ലെ ഹാർട്ട് ഉണ്ടായില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഹോർമോണിൻ്റെ കുറവുണ്ട്. ഹോർമോൺ എന്ന് പറയുമ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ കുറവുണ്ടാകും. പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണാണ് നമ്മൾ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. അതുപോലെ തന്നെ പ്ലാസെൻ്റൽ ഹോർമോണായിട്ടുള്ള HCG, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയും. ഈ 2 ഹോർമോണുകളാണ് നമുക്ക് പ്രഗ്നൻസിക്ക് എപ്പോഴും ഡെഫിഷ്യൻസി വരാനുള്ളത്. അപ്പോൾ ഈ ഹോർമോണുകൾ വെച്ചുള്ള ഇഞ്ചെക്ഷൻസാണ് നമ്മൾ കൊടുക്കുക. അത് വെജിനൽ ടാബ്ലറ്റായിട്ട് യൂസ് ചെയ്യാം, പ്രൊജസ്ട്രോൺ മാത്രമാണ്. പക്ഷേ HCG എടുക്കണേ അത് ഇഞ്ചക്ഷനായിട്ട് മാത്രമേ പറ്റുള്ളൂ. പ്രത്യേകിച്ചും നമ്മൾ ഇഞ്ചക്ഷനായിട്ട് എടുത്ത് ഓവുലേഷൻ കിട്ടിയ പേഷ്യൻസിൽ നമ്മൾ സപ്പോർട്ടീവ് കൊടുത്തില്ലെങ്കിൽ അത് അബോർഷൻ ആകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. കാരണം ആ അണ്ടത്തിന് ഒരു പക്ഷേ അതിനുള്ളൊരു കപ്പാസിറ്റി കാണുകയില്ല ആവശ്യത്തിനുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ അത് ഈ അണ്ടത്തിൽ നിന്നുള്ള ഹോർമോൺ വന്നാൽ പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാസൻ്റ ഹോർമോൺ വരുള്ളൂ. അപ്പോൾ പ്ലാസൻ്റ ഹോർമോൺ വരുമ്പോഴേ വീണ്ടും അണ്ടത്തിലുള്ളത് കൂട്ടി വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അത് യൂഷ്വലി ഒരു 3 months വരെയാണ് നമുക്ക് വേണ്ടി വരാറുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് പോയി കഴിയുമ്പോൾ അപ്പം പലപ്പോഴും അബോർഷൻസ് റിപ്പീറ്റായിട്ട് വരുന്നു. ഇഞ്ചക്ഷൻ എടുത്തിട്ട് പ്രഗ്നൻസി കിട്ടുമ്പോഴുമാണ് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഒരു ഇഞ്ചക്ഷൻ നമ്മളിപ്പോൾ കൊടുക്കാറുള്ളത് ഡെയിലി കൊടുക്കുന്ന ഒരു APLA സിൻഡ്രോം എന്നും പറഞ്ഞ് അത് വളരെ റെയറായിട്ടുള്ള ഒരു ഇതാണ്. അതിലും നമ്മൾ ഡെയിലി ഇഞ്ചക്ഷൻ ത്രൂ ഔട്ട് പ്രഗ്നൻസി എടുക്കും. അപ്പോൾ അത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഇഞ്ചക്ഷനാണ്.